സ്വാഭാവിക ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ ഐതിഹ്യം എന്താണ്? ശരിക്കും ചുമ്മാരിയായിട്ടാണ് അതിന്റെ ഐതിഹ്യം. ഞാൻ ചോദിക്കില്ലേ പറ. ഇന്ന് തൊട്ട് വെറൈറ്റി പിടിക്കുന്നുണ്ട്. ഐതിഹ്യം പറയൂ. അതാണ് ഐതിഹ്യം. ഐതിഹ്യം പറയട്ടെ കുട്ടിയുടെ അമ്മ പറയൂ. ഐതിഹ്യം കണ്ണകി ദേവി മറ്റേ മധുരയെല്ലാം കത്തിച്ചങ്ങ് തളർന്ന് ക്ഷീണിച്ച് ഇവിടെ വന്ന് വിശന്ന് വന്നപ്പം ഇവിടെ ആദ്യം റിസീവ് ചെയ്തത് ഈ പൊങ്കാല പായസം കൊടുത്താണ് റിസീവ് ചെയ്തത് ദേവി. അങ്ങനെ ശമിപ്പിച്ചത്. അതുകൊണ്ടാണ് പൊങ്കാല നമ്മളെല്ലാവരും എടുത്തത്. ഇതാണ് ഞാൻ കേട്ടുള്ളത്. ശരിയാണല്ലേ? കറക്റ്റാണ് എന്ന് വിചാരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ തൊട്ട് കറക്റ്റാണ്. ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പൊങ്കാല വിശേഷം അതാണ് വിശേഷം. എൻ്റെ മോള് പറഞ്ഞാൽ ചൂട് എടുക്കണം. അത് മോള് തന്നെ അറിയാം. ഇപ്രാവശ്യം നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട് എൻ്റെ സൈഡിൽ നിന്ന്. അതൊരു വിശേഷം. പിന്നെ ഈ പറഞ്ഞ പോലെ പൊങ്കാലാണ് സ്വാഭാവികയുടെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു ദിവസം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം സ്വാഭാവികം ഉണ്ടാവും. വലിയ സ്വാഭാവികം. അതെ, മുമ്പ് ഞാനും കസിൻസും എല്ലാവരും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം, അച്ഛൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൂടെ. ഇപ്പം ഞാനും അർജുൻ്റെ ഫാമിലി എല്ലാവരും കൂടെ നമ്മളൊരു ഗ്യാങ്ങായിട്ട് ഇവിടെ വന്ന് പൊങ്കാലയൊക്കെ ഇടുന്ന ഒരു പ്രത്യേക സന്തോഷം നമ്മളെപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇവിടോട്ടൊക്കെ വരുന്നത് കുറവാണ്. എൻ്റെ വലിയച്ഛൻ്റെ വീട്. പിന്നെ വേറെ ഡാൻസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഡാൻസ് പ്രോഗ്രാംസ് കുറച്ചധികം പഴയതുപോലെ ഏകദേശമായി വരുന്നു. ആക്റ്റീവായി വരുന്നു. 1 പ്രോഗ്രാം 1 മന്ത് എന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ അതിലൊരു സന്തോഷം. ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളപ്പം കുറച്ച് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഹെയർ സ്റ്റൈൽ പുതിയ ഹെയർ സ്റ്റൈലാണെന്ന് തോന്നുന്നില്ല അർജുൻ ബ്രോ? ഇത് ഉറക്കണീറ്റ് പോകുന്നതിൻ്റെ മുടി ഒന്ന് വളർത്താമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പോട്ടെ, എങ്ങനെ എത്ര വരെ പോകും നോക്കട്ടെ. ഹനുമാൻ മീൻ്റെ ആവാൻ പറ്റുമോ നോക്കട്ടെ. കൊള്ളാമോ? അടിപൊളി. എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ? പിന്നെ എല്ലാ വർഷവും ഓരോ ആഗ്രഹം പറഞ്ഞിട്ടാണ് ഇടുന്നത്. എല്ലാം സാധ്യമാകാറുണ്ട്. ഇതുവരെ ഉള്ള എല്ലാം നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ശക്തിയുള്ള അമ്മയാണ്. ആണല്ലോ, അതുകൊണ്ടല്ലേ ഇത്രയും പേര് വന്ന് ഇവിടെ പൊങ്കാല ഇടുന്നത്. നമ്മൾ തന്നെ എല്ലാ പൊങ്കാലയും വന്ന് ഇടുന്നത് ആ അത്രയും പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണല്ലോ. പറഞ്ഞ് എല്ലാവർക്കും അനുഭവം ഉള്ളതുകൊണ്ടാണ്. എല്ലായിടത്തും യുദ്ധം നടന്നിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ നാട് കാരണം. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നാടാണ് അടിപൊളി. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ സ്ട്രെങ്ത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ ഇത് പൊങ്കാല എന്ന് പറയുന്നത്. ഈ വർഷം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യത്തെ കാട്ടിലും.